കേരളത്തിലെ കഴിഞ്ഞ 2 ദിവസമായി ഏറ്റവും കൂടുതൽ ശാപം കിട്ടുന്നൊരു പെണ്ണാണല്ലേ ഈ കാണുന്നത് അല്ലേ. ആ ഒരു അച്ഛനും അമ്മയുടെയും കരച്ചിൽ കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രായമായ അവർക്ക് ഏക ആശ്രയമായിരുന്നു ഈ ദീപക് എന്ന് പറയുന്ന മകൻ അല്ലേ. ആ മകനെ നഷ്ടമായി. നമ്മളോടൊപ്പം ഈ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ സഹോദരൻ അല്ലേ, അപമാനഭാരം താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. എല്ലാവരും ഒരേപോലെ അല്ല. പെട്ടെന്ന് എന്താ പറയുക, പ്രഷർ കയറുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഈ വിഷമം മൂലം താൻ അപമാനിതനായി തനിക്കിനി സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരാളായി മാറി എന്നൊക്കെ തോന്നലുകൊണ്ടായിരിക്കും അദ്ദേഹം അല്ലേ ആത്മഹത്യ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എങ്കിൽ പോലും ആ ഒരു അമ്മയുടെയൊക്കെ കരച്ചിൽ കണ്ടില്ലേ. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരു അമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ മോൻ്റെ ക്രോസ് ബെൽറ്റാണ് ഇവനൊക്കെ അങ്ങനെ ഇതായിരുന്നില്ല. നാല് പ്രശ്നം ഒരു വേണ്ടാതിരത്തിലേക്ക് പോണു, ഒരു അനാവശ്യത്തിലേക്ക് പോകണം. വാസികളൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നു, ആ ദീപക് എന്ന് പറയുന്ന സഹോദരൻ നിഷ്കളങ്കനാണ്, വളരെ പാവപ്പെട്ട നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അവരുടെയൊക്കെ അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അല്ലേ അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും അല്ലേ. എന്തായാലും ശരി, ഈ ഒരു റീച്ചിന് വേണ്ടി ഇത്രമാത്രം അതമ്പതിച്ച് ഈ വീഡിയോ ഇട്ട അറവാണിച്ചീന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.